അസ്സലാമു അലൈക്കും. വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ഉസ്താദന്മാരെ, ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് ട്രഷറർ, മദ്രസ പ്രസിഡന്റ്, റാത്തീബ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള മദ്രസയുടെയും ജമാഅത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സൗദി ജമാഅത്ത് പ്രസിഡന്റ് നാസർ കൊമ്പളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പട്ല വലിയ ജുമാ മസ്ജിദിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജിൻ്റെ 7ാമത്തെ വാർഷികവും സന്നദ്ധാന സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, പല ഘട്ടങ്ങളിലായി 14 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഹിഫ്ള് പൂർത്തീകരിച്ച് നാടിന് അഭിമാനമായി ഇരിക്കുകയാണ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്, ഈ വർഷം 3 ആൺകുട്ടികളും അതോടൊപ്പം തന്നെ 3 പെൺകുട്ടികളുമാണ് ഹിഫ്ള് പൂർത്തിയാക്കിയത്. നിലവിൽ 17 ആൺകുട്ടികളും 30 പെൺകുട്ടികളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, പെൺകുട്ടികളുടെ ഹിഫ്ള് പൂർത്തീകരണവും ആദരിക്കലും സന്നദ്ധാനവും 4/11/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ആ മഹനീയ സദസ്സിലേക്ക് മുഴുവൻ സ്ത്രീകളെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സ്ത്രീകളും വന്നുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ ഭംഗിയായി ഹിഫ്ള് പൂർത്തീകരണവും അതോടൊപ്പം തന്നെ ഉസ്താദിനെ ആദരിക്കലും, അതുപോലെ ഹിഫ്ള് പൂർത്തീകരിച്ച ഹാഫിളീങ്ങൾ ഉസ്താദിനെ ആദരിക്കുന്ന ചടങ്ങും മറ്റുമൊക്കെ വളരെ ഭംഗിയായി ഇവിടെ നടന്നു. അൽഹംദുലില്ലാഹ്, കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, ഹിഫ്ള് പൂർത്തീകരിച്ച കുട്ടികളോട് പ്രത്യേകമായി പറയാനുള്ളത്, ഹിഫ്ള് പൂർത്തീകരണത്തോടൊപ്പം തന്നെ ഹാഫിളീങ്ങളാകുന്നതോടൊപ്പം തന്നെ ഹാലിമും കൂടി ആയാലേ അത് പൂർത്തിയാവുകയുള്ളൂ എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹിഫ്ള് പൂർത്തീകരിച്ച ഹാഫിളീങ്ങളും അതുപോലെ തന്നെ ഹാഫിളത്തുങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഭാവിയിലും ഉന്നതമായി പഠിച്ച് ഹിൽമിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ നാടിനും കുടുംബത്തിനുമൊക്കെ ഒരു അഭിമാനമായി മാറാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഹിഫ്ള് പൂർത്തീകരിച്ച ഹാഫിളീങ്ങൾ പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നത് ആ പൂർത്തീകരിച്ചതിന് ശേഷം അതുമായി ഒരു ബന്ധവുമില്ലാതെ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ചില രക്ഷിതാക്കൾ, നമ്മുടെ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ള ചില രക്ഷിതാക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണിത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഹിഫ്ള് പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാം ആയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഹാലിമായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു പദവിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും ഇത് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഹിൽമിൻ്റെ കാര്യങ്ങളും കൂടി കരസ്ഥമാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഹിഫ്ള് കോളേജ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഇതിനു വേണ്ടി പല ദിക്കുകളിൽ നിന്നും, പ്രത്യേകിച്ച് സൗദി, UAE, മുംബൈ, ബഹ്റൈൻ തുടങ്ങി നാട്ടിലെയും പല ആൾക്കാരുടെയൊക്കെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കോളേജ് ഇത്ര ഉന്നത പദവിയിലേക്ക് എത്തിയത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അവർക്കൊക്കെ അള്ളാഹു ഇരുലോകത്തും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സും അതോടൊപ്പം തന്നെ സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിലേക്ക് മധുര പാനീയവും അതോടൊപ്പം തന്നെ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഒരു കൂട്ടം യുവാക്കൾ. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം കൂടി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ ഹിഫ്ള് പൂർത്തീകരിച്ചവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിക്കൊണ്ട് തന്നെ ബഹുമാന്യനായ ഖത്തീബ് ഉസ്താദ് ഇവിടെ വിവരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതലായി ഒന്നും പറയാനുള്ള ഖ്യാതിയൊന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വിവരിക്കുമെന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായി ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ സഹായം സഹകരണങ്ങൾ നേരത്തെ നൽകിയതിനേക്കാൾ അപ്പുറം ഇനിയും നമുക്ക് പല സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. UAE ആയാലും ജമാഅത്തിൻ്റെ ആയാലും അതുപോലെ സൗദി, ബഹ്റൈൻ, മുംബൈ തുടങ്ങിയ എല്ലാ ജമാഅത്തിൻ്റെയും സഹകരണം നമുക്കിവിടെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ UAE ജമാഅത്തിൻ്റെ കീഴിൽ ഇപ്രാവശ്യം പ്രവർത്തനം ആരംഭിച്ച യുവാക്കളുടെ കൂട്ടായ്മയായ മുസായദ അൽഹംദുലില്ലാ നല്ല നിലയിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും വരും കാലങ്ങളിൽ അവരുടെ കൂടുതൽ സഹായവും സഹകരണവും പ്രവർത്തനവും ഇതിൻ്റെ മേലിൽ ഉണ്ടാവുമെന്ന് കൂടി അവരറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ തക്കത്തായ പ്രതിഫലം നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും അള്ളാഹു നൽകട്ടെ എന്നുകൂടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മടങ്ങുകയാണ്. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ഹിഫ്ള് കോളേജ് കമ്മിറ്റി ചെയർമാൻ ബീരാൻ ഹാജിയെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലുള്ള ബഹുമാന്യനായ ജമാഅത്ത് പ്രസിഡന്റ് PM അബൂബക്കർ ഹാജി, ജമാഅത്ത് ഖത്തീബ് ബഹുമാന്യനായ മുനീർ ഹുദവി തോളാർ ഉസ്താദ് അവരുകൾ ഇരുവർക്കും ഞാനിവിടെ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിൽ ഇത്ര സമയമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ്, അതുപോലെ സദർ ഉസ്താദ്, ഹാഫിദ് ഉസ്താദ്, ഇവർക്കൊക്കെ ഞാനിവിടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റാത്തീബ് കമ്മിറ്റി ചെയർമാൻ MS മുഹമ്മദ് ഹാജി, ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലിയ, ജമാഅത്ത് ട്രഷറർ MA മജീദ്, മദ്രസ പ്രസിഡന്റ് അസ്ലം പട്ല, UAE ജമാഅത്ത് മുൻ ട്രഷറർ കുഞ്ഞിമായൻകുട്ടി, സൗദി പ്രതിനിധി ഹാരിസ് ബാവ, മദ്രസ ജമാഅത്ത് സെക്രട്ടറി സുൽത്താൻ. അസ്സലാമു അലൈക്കും. തുടരുകയാണ്. അതായത് നമ്മുടെ ബഹ്റൈൻ പ്രതിനിധി ബഷീർ, അതോടൊപ്പം തന്നെ ഹിഫ്ള് കോളേജ് മുൻ ചെയർമാൻ PS മുഹമ്മദ് ഹാജി, സൗദി ജമാഅത്ത് പ്രസിഡന്റ് കുമ്പള നാസർ അടക്കമുള്ള എല്ലാവർക്കും സ്വാഗതം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഹിഫ്ള് പൂർത്തീകരിച്ച കുട്ടികൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും നാട്ടുകാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.